ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന സാരി ബ്ലൗസിൽ ഈ ഒരു ടൈപ്പ് ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്ന 1 മീറ്റർ എടുത്തിട്ടുണ്ട് ഫാബ്രിക്. അപ്പോൾ ലെങ്ത്താണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ബാക്കാണ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് ലെങ്ത്ത് 14 കൊടുത്തിട്ടുള്ളത്. ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ലെങ്ത്ത് 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഓപ്പൺ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഇഞ്ചിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് കൊടുക്കുന്നത്. ഓക്കെ, ഷോൾഡർ അളവ് കൊടുക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ടത്, ഇപ്പം നമുക്ക് 14 നമ്മുടെ ഷോൾഡറിന് വിചാരിക്കുക, പക്ഷേ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ 14 കൊടുക്കരുത്. ഓക്കെ, മാക്സിമം കുറച്ചിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇതിൽ 5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. 2.5 നെക്കും 2.5 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെയായിട്ട് അങ്ങനെ 5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ആം ഹോള് 6.5. ഓക്കെ, 6 അടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോഡി ഷേപ്പിൻ്റെ അളവ്, ചെസ്റ്റിൻ്റെ അളവ് എത്രയാണ്, ഞാനിപ്പോൾ 9 കൊടുക്കുന്നുണ്ട്. ഇതേപോലെ അത് അവരവരുടെ അളവ് എത്രയാണ് വരുന്നത് അതിൽ 4 ഭാഗം. ഇപ്പം 32 വരുന്നത്, അതിൽ 4 ഭാഗം, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രഞ്ച് കേവ് വെച്ചിട്ട് ജസ്റ്റ് ഈ ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ഏറ്റവും എൻഡിൽ നമ്മുടെ ഈ ബട്ടൺസ് ഏറ്റവും താഴത്ത് ഈ ഷേപ്പിൻ്റെ അവിടെ വരുന്ന അളവ്, അത് കറക്റ്റായിട്ട് എത്രയാണ് അളവ് വരുന്നത്. ഇപ്പം 7.5 നിങ്ങൾക്ക് കിട്ടുന്നത്. 4 ഭാഗം 7.5 1 ഇഞ്ച് കൂടുതലായിട്ട് 8.5 ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ താഴത്ത് നമ്മൾ ടക്കിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എന്നുള്ളത് ഇരിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള, അത് ഇത്തിരി കൂടുതലെടുത്താണ്. ഓക്കെ, ഇതാണ് ശരിക്കുള്ള അളവ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ടക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതിന് നേരെ പകുതി ജസ്റ്റ് ഇതേപോലെ സെൻറ്ററിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതെവിടെയാണ് നമുക്ക് ടക്ക് വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് എന്താ പറയുക ബാക്ക് വരുന്നത് ഇതിൻ്റെ, ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ. പ്രിൻസസ് കട്ട് എന്നല്ല, ഇനി ഏത് ബ്ലൗസ് ആണെങ്കിലും ശരി ബാക്ക് ഇതേപോലെയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. എന്താ പറയുക, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം മുതലൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കില്ല. നെക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊക്കെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഇതേപോലെ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്ററും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെ കറക്റ്റായിട്ടിരിക്കുമ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, അതൊക്കെ നമ്മൾ ക്യാൻവാസിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ക്ലോത്തിനെ 2 മടക്കി, നേരെ പകുതി മടക്കിയിട്ട് ഈ ഒരു നേരത്തെ ബാക്ക് എടുത്തല്ലോ, ബാക്കിൻ്റെത് ആ ഒരു 4 ഇഞ്ചിനെ മടക്കി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. കാരണം ഫ്രണ്ടിൽ നമുക്ക് 4 ഇഞ്ച് എക്സ്ട്രാ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം മടക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് അളവ് കൊടുക്കുമ്പോൾ 1 ഇഞ്ച് ഇവിടെ മേലെ 1 ഇഞ്ചും താഴെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. ഈ ഒരു ഫ്രണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും എക്സ്ട്രാ നമുക്ക് എടുക്കണം. ഇതേപോലെ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. ഈ ഒരു അളവിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക. താഴത്തും കറക്റ്റായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ താഴത്തെ, ഇതും കറക്റ്റായിട്ട് ഇതിന് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ആ ഒരു ഭാഗം മടക്കിയിട്ടാണ് എടുത്തത്. നമ്മൾ ഈ ബാക്ക് ഓപ്പൺ വരുന്നത് മടക്കിയിട്ടാണ് എടുത്തത്. അപ്പോഴാണ് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് അതിൻ്റെ താഴത്തൊരു ചെറിയൊരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ. ഇത് ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിൽ എന്ത് ചെയ്യാം, 3.5 ഇഞ്ച് പ്രിൻസസ് കട്ട് ആയതുകൊണ്ടാണ് ഇതേപോലെ 3.5 ഇഞ്ച് വിഡ്ത്തിൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ടു ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് 10.5. ഓക്കെ, 10.5 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വിഡ്ത്ത് 3.5 അത് ഇതേപോലെ 3.5. എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ചിൽ ഇവിടെ ഒരു ലൈന്, 2 ഇഞ്ചിൽ മേളിലേക്കൊരു ലൈന് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേവ് ചെയ്തിട്ട്, പിന്നെ ഈ ആം ഹോളിൻ്റെ നേരെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെയാണ് നമ്മൾ വരച്ചിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ഫ്രണ്ടിൽ വരിക. ഇത് ആ ഒരു ബ്ലൗസിൻ്റെ എന്താ പറയുക, പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അങ്ങ് കാണിച്ച് പോകുന്നതേ ഉള്ളൂ. ഇനി ഫ്രണ്ടിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആം ഹോളിൻ്റെ അവിടെ ഒരു
1/2 ഇഞ്ച്, 1/4 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ച് ഇതേപോലെ അകത്ത് ഒന്ന് വെട്ടിയെടുക്കണം. അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കേവ് കൊടുത്തിട്ട് വെട്ടിയെടുക്കണം. അതാകുമ്പോൾ നമ്മുടെ ഈ ആം ഹോളിൻ്റെ അവിടെ എന്താ പറയുക കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം കണ്ടില്ല, ഏറ്റവും താഴത്ത് നമ്മളിങ്ങനെ ഈ കേവ് ഇതേപോലെയാണ്, ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇതേപോലെ വന്നിട്ട് ഈ എൻഡ് എത്തുമ്പോൾ ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് ആ ഒരു ലൈനുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, പിന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതും ഇതേപോലെ എങ്ങനെയാണോ അതിൽ വരുന്നത് അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാൻവാസിലാണ്. ഇനി മെയിനായിട്ടുള്ള ക്ലോത്തിൽ ഞാനിത് കാഞ്ചി കോട്ടനാണ് എടുത്തിട്ടുള്ളത്. കാഞ്ചി കോട്ടനിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അതാകുമ്പോൾ നമുക്ക് ക്ലോത്ത് വേസ്റ്റായി പോവില്ല. ആവശ്യമുള്ളത് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നെക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ക്യാൻവാസ് പേപ്പറാണ് എടുക്കുന്നത്. ഒരു ഭാഗത്ത് എന്താ പറയുക അയൺ ചെയ്യുന്ന ടൈപ്പ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എന്താ പറയുക നേരെ പകുതിയായിട്ട് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇത് ഓപ്പൺ വരുന്ന ഭാഗമാണ് ഈ ഒരു ഷീറ്റിൻ്റെ. 2.5 ഇഞ്ച് വിഡ്ത്താണ് എടുക്കുന്നത്. കാരണം ഒരുപാട് വിഡ്ത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ ഉണ്ടാവും. അത്ര വിഡ്ത്ത് നമ്മൾ എടുക്കുന്നില്ല. 2.5 അല്ലെ കൂടിപ്പോയാൽ 3, അതും കൂടുതലാണ്. 2.5 തന്നെ ധാരാളം. അപ്പോൾ ഞാൻ എടുക്കുന്നത് 2.5 തന്നെ. 2.5 വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതേപോലെ എടുക്കുന്നുണ്ട്. ഇതേപോലെ ജസ്റ്റ് അത് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ലെങ്ത്ത്, എത്ര ലെങ്ത്ത് നിങ്ങൾക്ക് ബാക്ക് വേണമെന്നുള്ളത് 7, 8, 9 എത്രയായാലും കുഴപ്പമില്ല. ഞാൻ 9ആണ് എടുക്കുന്നത്. 9ൽ ഈ താഴത്തുള്ള വിഡ്ത്ത് ഒരു 4 എടുക്കുന്നുണ്ട്. അത് കുറച്ച് വീതിയായിട്ട് ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മൾ എന്താ പറയുക അതൊന്നും നമ്മൾ ഇതിൽ നോക്കണ്ട. ആ ഒരു സംഭവം നമ്മൾ ഇതിൽ നോക്കണ്ട. കാരണം അവിടെ 4 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതൊന്നും ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടുള്ള അളവ് മാത്രം ഇതിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് മേളിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ ഒരു ലൈന് വരയ്ക്കുക. അത് നമുക്ക് ലാസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ആ ഒരു ലൈനിൽ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ചിൽ വീണ്ടും ഒരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലൈന് നമുക്ക് ഈ ഒരു കോണുമായിട്ടൊന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതേപോലെ ആയിരിക്കും നമ്മളെ നെക്ക് വരിക. അതാണ്. ഇനി ഈ ഒരു സംഭവം ഇതേപോലെ ജസ്റ്റ് ഒരു നെക്ക് ഒരു കേവ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്താ പറയുക ഫസ്റ്റ് ടൈമൊക്കെയാണ് ഇത് ട്രൈ ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, തെറ്റിപ്പോവരുത്. ഞാനൊരു 1/2 ഇഞ്ച് താഴത്ത് ആ ഒരു വരച്ച ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താഴത്തേക്കാണ് ഇതേപോലെ, ആ ഒരു ലൈനൊന്നും ടച്ച് ആവരുത്, ഒരു 1/2 ഇഞ്ച് വരുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു എങ്ങനെയാണോ വരച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെയാണ് അതിൻ്റെ മേളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവം ഈ ഒരു കോണിലേക്ക് ഇതേപോലെ വരിക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതേപോലെ എടുക്കുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. കോണൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, തീർന്നില്ല, ഇനിയും നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. ഇനിയും നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ച് ഇവിടത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ വന്ന് ഇവിടെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണോ അതുള്ളത് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട്, അതിലും കൂടുതലൊന്നും വേണ്ട, 1/2 ഇഞ്ച് മതി. ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫ്രീ ഹാൻഡായിട്ട് തന്നെ അങ്ങനെ അല്ല വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ പ്രാക്ടീസുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെയൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, സോറി, നേരെ തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വരിക, കണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മൾ നെക്ക് വരുന്നത്, ബാക്ക് നെക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ആയിട്ടാണല്ലോ വരുന്നത്, ഓപ്പൺ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നേരെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കി 2.5 ഇഞ്ച് വിഡ്ത്ത് തന്നെ എടുക്കുക. ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് നോക്കുക. 6.5 ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഈ താഴത്ത് 3.5 ഇഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വീതി കൊടുക്കുന്നുണ്ട്. താഴത്താകുമ്പം കുറച്ച് വീതി കൂടുതലായിട്ട് തന്നെയാണ് കൊടുത്തത്. ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഈ സ്റ്റാർട്ടിങ് ഒന്ന് കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഇതും വരച്ചെടുക്കുന്നത്. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാർ അതേപോലെ നോക്കി അങ്ങനെ അങ്ങ് വരയ്ക്കുക. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഈ താഴത്തൊരു ചെറിയൊരു കേവ് അങ്ങനെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. ഇതേപോലെ വന്നിട്ട് ഈ ഒരു ആർച്ച് പോലെയായിട്ട് ഇങ്ങനെ
ഫ്രീ ഹാൻഡായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഫ്രഞ്ച് കേവൊക്കെ വെച്ചിട്ട് വരയ്ക്കാനാണെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് അങ്ങനെ അങ്ങ് വരച്ചതാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു കേവിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്കും കൂടി സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് വരിക. ഇനി ഇത് നമ്മൾ ലൈനിങ് പീസിലാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അയൺ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഈ വീതി ഉണ്ടല്ലോ അതെപ്പോഴും നോക്കണം. കാരണം നമ്മൾ 2.5 ഇഞ്ച് വീതി നിറുമ്പോൾ 5 ആണല്ലോ, 2 ഭാഗത്തും വെച്ചിട്ടാകുമ്പോഴത്തേക്ക് 5 കിട്ടണം. ഇത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിൽ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാനിതിൽ ഈ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 ഇഞ്ച് വരുന്ന അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ചോക്ക് എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ 5 ഇഞ്ച് ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഡിസൈൻ ഇരിക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ കറക്റ്റ് വെക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാത്ത രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നിച്ചങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്, എന്താ പറയുക ഫ്രീ ഹാൻഡായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, നല്ല വൃത്തിയിൽ അത്രയും ഗ്യാപ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞാൻ ബാക്കിൻ്റെതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അയൺ ചെയ്തിട്ട് അതും ഇതേപോലെ ഗ്യാപ്പ് കണ്ടില്ല, ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഈ ഒരു ഭാഗത്തും സെയിം നേരത്തെ എങ്ങനെയാണോ അവിടെ കട്ട് ചെയ്ത് അതേപോലെ ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മടക്കി തയ്ക്കുക. ഈ ഒരു അറ്റം ജസ്റ്റ് ഈ ഒരു നമ്മൾ ആ ഒരു ഗ്യാപ്പ് വെച്ച് കട്ട് ചെയ്ത സംഭവം ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അത് എന്താ പറയുക കൂടുതലായിട്ട് എടുക്കരുത് എന്ന് പറയുന്നത്, ഈ വൈറ്റ് കളറിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു ക്ലോത്ത് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ പറയുക കാണുകയില്ല, അതൊരു വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്തിരിക്കണം, ഈ വൈറ്റിൻ്റെ അകത്തിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാക്കാണ് ചെയ്യുന്നത്, ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. ഫുള്ളായിട്ട് ലൈനിങ് പീസ് ഇതേപോലെ നല്ല പീസിൻ്റെ കൂടെ ഒന്നിച്ച് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ സൈഡിൽ ഇതേപോലെ വെക്കുക, എന്നിട്ട് പിൻ ചെയ്തിട്ട് വെക്കുക കറക്റ്റായിട്ട് ആ അളവിനനുസരിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഓരോരോ കോണിലെത്തുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അവിടെ സൂചി താഴ്ത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഉയർത്തി വെക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ നിർത്തി എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആ വൈറ്റിൻ്റെ മേലെ സ്റ്റിച്ച് ആവാതെ നോക്കുക. മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. വൈറ്റിൻ്റെ മേലെ സ്റ്റിച്ച് ആവാത്ത പോലെ, ആ ഒരു ക്യാൻവാസിൻ്റെ മേലെ സ്റ്റിച്ച് ആവാത്ത പോലെ ആ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ കിട്ടും, തെറ്റിപ്പോകുന്നില്ല. ഇനി കട്ട് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ആ ഒരു ഇച്ചിരി ഗ്യാപ്പ്, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ എഡ്ജും കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഇതിനെ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിട്ടെല്ലാം കിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഭാഗമൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക. ഈ അകത്തേക്ക് ഇങ്ങനെ മടക്കി മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ ഹെം ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോറായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഹെം ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് അവിടെ വേറെ എന്താ പറയുക സ്റ്റിച്ചോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ടില്ലേ, ഇതേപോലെ ഞാനെപ്പോഴും ഹെം ചെയ്ത് കൊടുക്കാറാണ്. ഇങ്ങനെ ഇവർക്ക് വരുമ്പോൾ ഹെം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു 3 ഇഞ്ച് ഗ്യാപ്പുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഇതേപോലെ 2 ഭാഗത്ത് അറ്റത്തും പിന്നെ നേരെ സെൻറ്ററിലും അങ്ങനെ 3 എണ്ണമാണ് എടുക്കുന്നത്. ഇതേപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, സെൻറ്ററിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഭാഗം ചെയ്ത് ഫിനിഷ് ചെയ്തു. ഈ ഒരു ഭാഗമാണ് ഞാൻ ഹെം ചെയ്യാമെന്ന് പറഞ്ഞത്. കറക്റ്റായിട്ട് ഹെം ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിൽ ഹൂക്കും ലുപ്സും ഒക്കെ നിങ്ങൾ ഫിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ബ്ലൗസിൻ്റെയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ എടുത്ത് പറഞ്ഞതാണ്, അതിനി എടുത്തെടുത്ത് കാണിക്കുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം നേരത്തെ പോലെ തന്നെ ലൈനിങ്ങുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് വെച്ച് പീസ്, എന്നിട്ട് ഈ ഒരു നെക്ക് നേരെ പിന്നൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക,
ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നിർത്തി ചെയ്തെടുത്താൽ മതി. ഈ ഒരു ക്യാൻവാസ് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ പറയുക, നല്ല നീറ്റായിട്ടും അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ എടുക്കുന്നത് ആ കറക്റ്റ് ഷേപ്പിൽ വരും. അത് തെറ്റിയിട്ടാണ് കട്ട് ചെയ്യുന്നതാണെങ്കിൽ തെറ്റിയിട്ട് തന്നെ കിട്ടും, നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയിൽ തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഏത് ഡിസൈനിലാണോ എടുക്കുന്നത് ആ ഒരു ഡിസൈനിൽ ആ ഒരു അളവിലേ ഇത് കിട്ടുള്ളൂ, കൂടുകയില്ല കുറയുകയില്ല, കറക്റ്റ് സംഭവത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് 1/4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് വരിക. എന്നാലും നമുക്ക് ആ ഒരു ഭാഗം മടക്കി അങ്ങോട്ടേക്ക് ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഇങ്ങനെ അകത്തേക്ക് മടക്കി എന്നിട്ട് ഹെം ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു നോർമലി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിലും ഭയങ്കര നീറ്റായിട്ട് കിട്ടുന്നത് ഈ ഒരു സംഭവത്തിൽ തന്നെയാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾ ക്യാൻവാസ് വെക്കുന്ന പോലെ ആവില്ല എന്നുള്ളത്. അപ്പോൾ നെക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പ്രിൻസസ് കട്ട് വേണമെന്നുണ്ടെങ്കിൽ പഫ് സ്ലീവും ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ടും ഉണ്ട് എങ്ങനെയാണ് ഹുക്ക് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ചെറിയൊരു എന്താ പറയുക ചരട് പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ കൂടെയാണ് ഞാനിത് വിയർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫ്ലവറിന് മാച്ചായിട്ടാണ് ഞാൻ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെറ്റ് മുണ്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് മുദ്ര ലെഗസി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അവരുടെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സെറ്റ് മുണ്ടുമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, നല്ല കംഫർട്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇടാനൊക്കെ നല്ല കറക്റ്റ് ഫിറ്റിൽ കിട്ടി. കാരണം ചില ക്ലോത്തൊക്കെ ഒരുമാതിരി ആയിട്ടിരിക്കും, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.